മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തു. കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തപ്പോൾ അഹരോനും മിരിയാമും മോശക്കെതിരായി സംസാരിച്ചു. ദൈവം കേട്ടു. മിരിയാം കുഷ്ഠരോഗിയായി. പിന്നെ അതുകൊണ്ട് മിരിയാമിനെ ചേർക്കുന്നത് വരെ സഭ യാത്ര ചെയ്തില്ല എന്ന് വായിക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ അഭിഷേകത്തിനെതിരായി സംസാരിക്കാൻ പാടില്ല. മോശ ദൈവത്തിന്റെ അഭിഷേകത്തിനാ. മിരിയാമേ, ഒരുപക്ഷെ നീ ആയിരിക്കാം ചെങ്കടലിൽ കൊണ്ടുവച്ചത്. മോശയെ രക്ഷിച്ചത് നീയാ. നീ 6 വയസ്സിന് മൂത്തതാ. നിന്റെ ഇളയ ആങ്ങളെയാ മോശ. എങ്കിലും മോശ അഭിഷേകനാ. മോശയോട് ആവശ്യമില്ലാത്ത കാര്യം നീ പറയരുത്. പറഞ്ഞാൽ ദൈവത്തിന്റെ ശിക്ഷ നീ പ്രാപിക്കും. ദൈവത്തിന്റെ ശിക്ഷ നീ പ്രാപിക്കും. എന്നെ കളിക്കുന്ന ദൈവമക്കളെ, പാസ്റ്റർമാരുടെ ഭാര്യമാരെ, എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ കർത്താവിന്റെ ദാസനോട് സംസാരിക്കരുത്. അവൻ ദൈവത്തിന്റെ അഭിഷേകനാണ്. അവൻ ദൈവത്തിന്റെ ദാസനാണ്. അവൻ അർഹമായ ബഹുമാനങ്ങൾ കൊടുത്തു വേണം നമ്മൾ സംസാരിക്കേണ്ടത്. എങ്കിലും മോശയുടെ പ്രാർത്ഥന കേട്ട് മിരിയാമിനെ തിരിച്ചു. അത് കഴിഞ്ഞ് അവന്റെ ഇടയിൽ തന്നെ ഒരു ഭിന്നതയുണ്ടായി. കോരക, ദാഥാൻ, അബീരാം ആദിയായവർ വന്ന് പറഞ്ഞു, മോശേ, നിന്നോട് മാത്രമാണോ ദൈവം സംസാരിക്കുന്നത്? ദൈവം എല്ലാം വിശുദ്ധരാ, ഞങ്ങളോടും ദൈവം സംസാരിക്കുന്നു പറഞ്ഞ് മോശയുടെ നേതൃത്വത്തിനെതിരായി സംസാരിച്ചു. ദൈവം കയറി ഇടപെട്ടു. അഹരോന്റെ വടി കൊണ്ട് ലേവി ഗോത്രത്തിന്റെ വടി കൊണ്ടുവച്ചു. എല്ലാ വടികളും ഉണങ്ങിയിരുന്നപ്പോൾ അഹരോൻ കൊണ്ടുവച്ച ലേവി ഗോത്രത്തിന്റെ വടി തളർത്തു, പൂത്തു, ബലം കായി. 24 മണിക്കൂർ കൊണ്ട് ഒരു ബലാമിന്റെ ഉണങ്ങിയ കമ്പ് പൂത്ത ബലാം. ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് ഉയർത്താൻ ആഗ്രഹിച്ചാൽ മനുഷ്യ ചിന്തയ്ക്ക് അപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിയുന്നവനാണ് എന്റെ ദൈവം. എന്നെ കളിക്കുന്ന ദൈവദാസനെ, നീ ഭാരപ്പെടണ്ട, നീ ഞെരുങ്ങണ്ട. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി ഉയർത്തി നിന്നെ ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്താൽ മറ്റുള്ളവരെക്കാളെല്ലാം ഉപരിയായി ഒറ്റ ദിവസം കൊണ്ട് നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. അത് കഴിഞ്ഞ് ഒത്തിരി പേര് മോശയ്ക്കെതിരായിട്ട് എതിർത്തു. എന്നേസും എംബ്രേസും മോശയോട് നിർത്തു എന്ന് 2 തിമോത്തിയോസ് 3:8 വാക്യത്തിലും ദൈവം വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കനാൻ നാട് കാണാൻ ഉറ്റുനോക്കാൻ 10 പേരെ അയച്ചു. അതിൽ 8 പേരും 12 പേരെ അയച്ചു. 10 പേര് വ്യാജ വർത്തമാനം പറഞ്ഞു. എന്നാൽ 2 പേര് മാത്രമേ യഥാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഒടുവിൽ കനാൻ നാട് കൈക്കലാക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തതായി നമ്മൾ വായിക്കുന്നു. എന്നാൽ മോശ ഇതിന്റെ ഇടയ്ക്ക് ദൈവത്തോട് പറഞ്ഞു, ദൈവം ഈ വിഗ്രഹാരാധന നടത്തിയപ്പോൾ പറഞ്ഞു, ഈ ജനത്തെ എല്ലാം കൂടെ ഞാൻ കൊല്ലാൻ പോകാന്ന് പറഞ്ഞു. മുഴുവൻ പേരെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. ഉടനെ മോശ ഇടയ്ക്ക് കയറിയിട്ട് മോശ പറഞ്ഞു, ദൈവമേ, അങ്ങനെ ചെയ്യരുത്, ജനത്തെ കൊല്ലരുത്. മോശ ചില ന്യായപാഠങ്ങൾ പറഞ്ഞു. നീ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ വാഗ്ദത്തം ഓർക്കണം. നീ കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ കൊന്നു കളഞ്ഞു എന്ന് മിസ്രയീമിനെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ നിന്നെ കൊണ്ട് തന്നെ വാഗ്ദത്തം ആദ്യമായ ന്യായപാഠങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ടും ദൈവം അടങ്ങാതെ വന്നപ്പോൾ മോശ കയറി ഒറ്റയാടി, അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ പേര് നീ എഴുതിയ നിന്റെ പുസ്തകത്തിന് മായ്ച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ പറയുന്ന പാസ് ആരുണ്ട്? ദൈവം മോശയോട് പറഞ്ഞു, മോശ, ഇവരെ എല്ലാം കൊല്ലും, നിന്റെ തലമുറയെ ഞാൻ വളർത്തും. നമ്മുടെ പാസ്റ്റർമാരാണെ പറഞ്ഞ സ്വോത്രം, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എല്ലാരെയും കൊന്നാൽ എന്നെ ഉയർത്താൻ അല്ല. മോശ കയറി പറഞ്ഞു, വേണ്ട, ജനത്തെ കൊല്ലുകയാണെങ്കിൽ എന്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു. അയ്യോ, ഇതുപോലെ പറയുന്ന ഒരിടയൻ വേറെ ലോകത്തിൽ എവിടെ ഉണ്ടോ? ആ ഒരൊറ്റ വാക്കിന്റെ മുഖത്ത് ദൈവം മോശയുടെ വാക്ക് കേട്ടു. 106 സങ്കീർത്തനം 23 വാക്യം. ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിപ്പാൻ മോശ പിളർപ്പിൽ നിന്നില്ലായിരുന്നു എങ്കിൽ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിപ്പാൻ മോശ കയറി പിളർപ്പിൽ നിന്നു. അതുകൊണ്ട് ദൈവം വെച്ച ന്യായവിധിയിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിപ്പാൻ ഇടയായി തീർന്നു. സംഖ്യാപുസ്തകം 12:3. മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതീവ സൗമ്യനായിരുന്നു. പുറപ്പാട് 33:11. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. എബ്രായ ലേഖനം 3:2. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. പഴയ നിയമകാലത്ത് 1 കൊരിന്ത്യർ 10:2. അവർ ചെങ്കടൽ കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. പുതിയ നിയമകാലത്ത് ഒരാൾ സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്നു. ഗലാത്യ 3:19. മോശ പഴയ നിയമത്തിന്റെ മധ്യസ്ഥന. എബ്രായ 9:15. യേശു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥന. ദൈവം മോശയെ കൊണ്ട് 5 പുസ്തകങ്ങൾ എഴുതിച്ചു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 10 മുതൽ 12 വരെ. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. എന്നും വേണ്ടി ഉയർച്ചകളാണെന്നറിയാവും. ഒടുവിൽ മോശയ്ക്ക് ഒരാഗ്രഹം, ഞാൻ കനാൻ നാട്ടിൽ പോയി
കനാൻ നാടൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ കനാൻ നാട്ടിൽ കടത്തത്തില്ല. നീ ആ പാറയെ രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചത് കൊണ്ട് നിന്നെ ഞാൻ കനാൻ നാട്ടിൽ കടത്തത്തില്ല. എങ്കിലും പിസ്കായുടെ കൊടുമുടിയിൽ കൊണ്ടുപോയി കനാൻ നാട് മുഴുവൻ കാണിച്ചു. മോശ കയറിയ പിസ്കായുടെ മുകളിൽ ഞാനും ഇസ്രായേൽ സംഘം കയറി. പക്ഷെ ഒന്നും കണ്ടില്ല, ഭോഗിയായിരുന്നു, മുഴുവൻ ഭോഗിയായി പോയി. എന്നാൽ മോശയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടില്ല. ദൈവം അടുക്കലിൽ പോണ്ട്. അടുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, എടാ ഇല്ല കാണുന്നതാ എരിഹോ പട്ടണം, യെരുശലേം പട്ടണം, ടെൽ-അവീവ് എല്ലാം കാണിച്ചു. മോശ മുഴുവൻ കനാൻ നാടും കണ്ടു. ഒടുവിൽ മോശ ദൈവത്തിന്റെ വചനപ്രകാരം അവിടെ മരിച്ചു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 5 മുതൽ 7 വരെ മോശ അവിടെ വെച്ച് മരിച്ചു. ദൈവവും മോശയും മാത്രമേ ഉള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നത് മോശയെ ദൈവം അടക്കി. മോശയെ ദൈവം അടക്കി. ലോകത്തിലൊരു മനുഷ്യന്റെ ഡെഡ് ബോഡി ദൈവം അടക്കിയിട്ടുണ്ടെങ്കിൽ മോശയുടെ ഡെഡ് ബോഡി മാത്രമേ ദൈവം അടക്കിയിട്ടുള്ളൂ. നമ്മുടെ ഡെഡ് ബോഡി ഒരു സെൻട്രൽ പാസ് അടക്കിയാൽ എന്തോ ഒരു ആഘോഷമാ. പ്രസിഡന്റ് വന്നടക്കിയാൽ പറയുകയും വേണ്ടായല്ലോ. അപ്പൊ ദൈവം ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി അടക്കിയെങ്കിൽ മോശയുടെ ഡെഡ് ബോഡി അടക്കരുത്. മോശ മരിച്ചു, ദൈവം അടക്കി. എന്നാൽ മോശയെ നമ്മൾ കാണുന്നു ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെ വായിക്കുമ്പോൾ, മറുവമലയിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ മോശയും ഏലിയാവും ശരീരത്തോടുകൂടി അവിടെ വന്നു. അപ്പൊ ശരീരത്തോടുകൂടെ വന്നെങ്കിൽ മോശ ഉയർത്തെഴുന്നേറ്റോ? അപ്പൊ മോശ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ മോശ ദൈവം അടക്കിയെന്നാ പഴയ നിയമം പറയുന്നത്. എന്നാ പുതിയ നിയമം പറയുന്നു മറുവമലയിൽ മോശ ശരീരത്തോടെ വന്നു. അതുകൊണ്ട് ആ പത്രോസ് പറഞ്ഞത് 3 കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. അപ്പൊ മോശ ശരീരത്തോടെ വന്നേ. അപ്പൊ ശരീരത്തോടെ വന്നെങ്കിൽ മോശ ഉയർക്കണമോ? ഉയർത്തു. അതിന് തെളിവുണ്ട്. യൂദായുടെ ലേഖനം 9-ാം വാക്യം. യൂദായുടെ ലേഖനം 9-ാം വാക്യം മോശയുടെ ശരീരത്തെ കുറിച്ച് പ്രധാന ദൂതനായ മീഖായേൽ തർക്കിച്ചു വാദിക്കുമ്പോൾ, അപ്പോൾ മോശയുടെ ശരീരത്തെ കുറിച്ച് ഉയർപ്പിക്കാനായി ദൈവദൂതന്മാർ ഇറങ്ങി വന്നപ്പോ സാത്താനും വന്നു. സാത്താൻ വന്ന് മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ചു വാദിച്ചു. മോശ ഉയർക്കാനൊക്കത്തില്ല, എന്റെ ആളാന്ന് സാത്താൻ പറഞ്ഞു. എന്തായിരിക്കും അവൻ പറഞ്ഞ ന്യായവാദം? ഒന്ന്, ഇവൻ കൽപ്പന കയറിഞ്ഞ് പൊട്ടിച്ചവനാ, ഇവൻ മിസ്രൈം വെച്ച് ഒരാളെ കൊന്നവനാ, തന്റെ മേലെ ഇവൻ ജനത്തോട് ദേഷ്യപ്പെട്ടവനാ, ഇവൻ പാറയെ 2 വട്ടം അടിച്ചവനാ. ഇതൊക്കെ സാത്താൻ നിരത്തേക്കാണ്. ഉടനെ മീഖായേൽ ഇറങ്ങി വന്ന് പറഞ്ഞു, കർത്താവ് നിന്നെ പൽസിക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് നിന്നെ പൽസിക്കട്ടെ എന്ന് പറഞ്ഞ് മോശ ഉയർപ്പിച്ചുകൊണ്ട് സ്വർഗസ്ഥലങ്ങളിലേക്ക് പോയി. അപ്പൊ ചോദിക്കാം, മോശ ഉയർത്തെന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20-ാം വാക്യം, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തൽ കർത്താവെന്ന് പറയുമ്പോൾ മോശ ഉയർത്തെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലയോ? തെറ്റല്ല. മോശയ്ക്ക് വീണ്ടും മരണമുണ്ട്, എന്നാൽ കർത്താവിന് മരണമില്ല. മോശ വീണ്ടും മരിക്കും. അത് ഞാനിപ്പോ പറയാൻ പോവാ. മോശയ്ക്ക് വീണ്ടും മരണമുണ്ട്, എന്നാൽ കർത്താവിന് മരണമില്ല. മരണമില്ലാത്ത തേജസ്സിന്റെ ശരീരത്തിൽ മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റത് കർത്താവ് മാത്രമാണ്. ഇനി ഞാൻ അടുത്ത തെളിയിക്കാൻ പോവാ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഭയങ്കര ഇസ്രായേൽ അറിയാതെ അന്തിക്രിസ്തുവുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ദൈവം 2 സാക്ഷികളെ അയക്കും. വെളിപ്പാട് 11-ാം അധ്യായം. സാക്ഷികളുടെ പേര് പറഞ്ഞിട്ടില്ല. അവർ ഇച്ഛിക്കുമ്പോൾ വെള്ളം രക്തമാക്കുവാനും സർവ്വവിധ ബാധകളും വരുത്തുവാനും അവർക്ക് അധികാരമുണ്ട്. മഴ പെയ്യാൻ ആകാശം അടച്ചു കളവാനും അവർക്ക് അധികാരമുണ്ട്. മഴ പെയ്യാൻ ആകാശം അടച്ചത് ഏലിയാവ. ബാധകളാലും വെള്ളം രക്തമാക്കിയതും മോശയാ. മറുവമലയിലും മോശയും ഏലിയാവുമെന്ന്. അതുകൊണ്ട് ഈ വരുന്നത് മോശയും ഏലിയാവുക വരുന്നത്. അവര് വന്ന് 1260 ദിവസം യഹൂദന്മാരോട് പ്രസംഗിക്കും, നിങ്ങൾ അന്ത്യക്രിസ്തുവുമായി രമ്യതയായി ശരിയായില്ല, ഇവൻ കള്ളനാന്നുള്ള കാര്യം അവർ പ്രസംഗിക്കും. ഒടുവിൽ അന്ത്യക്രിസ്തു അവരെ കൊല്ലും. അവരുടെ ഡെഡ് ബോഡി 3.5 ദിവസം യെരുശലേമിന്റെ തെരുവിൽ കിടക്കും. TV-യിൽ കൂടെ എല്ലാവരും അവരുടെ ഡെഡ് ബോഡി കാണും. എല്ലാവരും ഇവര് മരിച്ചത് കൊണ്ട് എല്ലാവരും സമ്മാനങ്ങൾ കൊടുത്തയക്കും. ഒടുവിൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വരും. വെളിപ്പാട് 11:11 അവർ ജീവൻ പ്രാപിച്ച് സ്വർഗസ്ഥലങ്ങളിലേക്ക് കരയേറി പോകും. അപ്പൊ മോശയ്ക്ക് വീണ്ടും മരണമുണ്ട്, എന്നാൽ കർത്താവിന് വീണ്ടും മരണമില്ല. അപ്പോൾ അവരെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞ എന്താണ്? അവർ വെളിപ്പാട് 11:4 അവർ കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന 2 നിലവിളക്കുകൾ അത്രേ. 2 ഒലിവൃക്ഷവും 2 നിലവിളക്കുമാണ്. അപ്പൊ അവരിപ്പോ എവിടാ? കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരാ. അപ്പൊ മോശയുടെ സ്ഥാനം നിങ്ങളൊന്ന് നോക്കിക്കേ. മോശയുടെ സ്ഥാനം എത്ര വലുതാ! അത് കഴിഞ്ഞാണ് വിശുദ്ധന്മാരെല്ലാം ഉയർക്കും. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ
വിശുദ്ധന്മാരെല്ലാം ഉയർത്ത് സ്വർഗസ്ഥലങ്ങളിൽ പോകും. അപ്പോഴാണ് കോടാനുകോടി വിശുദ്ധന്മാർ വെള്ള നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായിട്ട് നിൽക്കുക. കോടാനുകോടി ദൂതന്മാർ സ്വർഗത്തിലുണ്ട്. യോ ഭയങ്കര സമ്മേളനം, ഭയങ്കര സമ്മേളനം. ആ സമ്മേളനത്തിൽ 2 പാട്ട് പാടും. ഒരു പാട്ട് കുഞ്ഞാടിന്റെ പാട്ട്. ആ പാട്ട് എന്താ? കുഞ്ഞാട് നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയുള്ള വീണ്ടെടുപ്പിന്റെ പാട്ട് പാടും. ഒരു കൂട്ടം ആൾക്കാർ മോശയുടെ പാട്ട് പാടും. നമ്മളല്ല പാടുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർ മോശയുടെ പാട്ട് പാടും. മോശയുടെ പാട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായമുണ്ട്? ഒരു കൂട്ടക്കാര് പറഞ്ഞത്, ചെങ്കടൽ കടന്ന് കയറിയപ്പോൾ അവര് പാടി ഫറവോനെയും സൈന്യത്തെയും കൊന്നവന്. മിരിയാം പാടിയെങ്കിലും പാട്ട് മോശയുടെ പാട്ടായിട്ട് അവർ ഏറ്റുപാടിയത്. ഒരു പക്ഷേ ഇസ്രായേലിലെ വീണ്ടെടുപ്പിന്റെ പാട്ടായിരിക്കാം അവര് പാടുന്നത്. വേറെ ചിലർ പറയാറുണ്ട്, മോശ ഒരു പാട്ട് ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു, അതിന്റെ ഇരടികളാണെന്നും പറയാറുണ്ട്. ഏതായാലും വീണ്ടെടുപ്പിന്റെ പാട്ട് അവിടെ പാടുന്നത്. അപ്പൊ മോശയുടെ പാട്ട് പാടിയെന്ന് പറഞ്ഞാൽ സ്വർഗം മോശയ്ക്ക് കൊടുക്കുന്ന അംഗീകരണത്തിനായി സ്തോത്രം ചെയ്തു. മോശ ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഫറവോൻ മരിച്ചാൽ അടുത്ത ഫറവോനായിട്ട് മോശ വരും. മോശ കുറെ നാൾ ഭരിക്കും. ഭരിച്ചു കഴിഞ്ഞ് മോശ മരിക്കും. മോശയുടെ ഡെഡ് ബോഡി പിരമിഡിനകത്ത് കയറ്റി വെക്കും. വലിയൊരു പിരമിഡ് മോശയുടെ പേര് വരും. മോശയുടെ ഡെഡ് ബോഡി ചുക്കി ചുളിഞ്ഞ് ആ പിരമിഡിനകത്തിരിക്കും. എന്നാൽ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിച്ചതുകൊണ്ട് മോശയെ ദൈവം ഉയർത്തി. മോശയെ പോലെ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച ഒരു നേതാവ് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. മോശ പ്രവാചകന്മാരുടെ ഒരു വലിയ പ്രവാചകനാണ്. മോശയെ ദൈവം അടക്കി, മോശയെ ദൈവം ഉയർപ്പിച്ചു. പർവ്വതമലയിൽ കർത്താവിന്റെ മരണം സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ ദൈവം മോശയെ അയച്ചു. അന്ത്യക്രിസ്തുവിനെതിരായി പ്രസംഗിപ്പാൻ മോശയെ അയക്കും. അവർ ദൈവമുൻപാകെ നിൽക്കുന്ന 2 ഒലിവൃക്ഷവും 2 നിലവിളക്കുമാണ്. തന്നെയുമല്ല, മോശയുടെ പാട്ടും സ്വർഗത്തിൽ പാടി. ദൈവമക്കളെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് തെറ്റല്ല. ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുത്താൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുത്താൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗം അംഗീകരിച്ചു മോശയുടെ പാട്ട് പാടുവാൻ. അതേ, മോശ എത്ര വലിയൊരു പദവിയിലേക്ക് കൊണ്ടുവന്നു. നമ്മളും കർത്താവിന്റെ ഭാഗത്ത് വരുവാൻ തിരഞ്ഞെടുത്തത് ചീപ്പായ ഒരു കാര്യമല്ല, ശ്രേഷ്ഠമേറിയ കാര്യമാണ്.